നമസ്കാരം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏവരും കണ്ടു കാണും, ഭഗവത് കൃപ നിങ്ങളിൽ ഉണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഈശ്വരനെ അളക്കുവാനായിട്ട് പുതിയ ടെക്നോളജി ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ദൈവാധീനം ഉണ്ട്, ഇല്ലെങ്കിൽ നിങ്ങളിൽ ഭഗവാൻ പ്രസാദിച്ചിട്ടുണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ദൈവം എന്ന വാക്കാണ് നാം ഇവിടെ ഈശ്വരൻ അല്ലെങ്കിൽ ദേവതകളെ കുറിച്ച് ചിന്തിക്കുവാനായിട്ട് മലയാളികൾ പൊതുവെ ഉപയോഗിച്ചു പോരുന്നത് ദൈവം എന്നുള്ള ശബ്ദമാണ്. ശാസ്ത്രത്തിൽ ദൈവശബ്ദത്തിന് മറ്റൊരു മീനിങ് ഒക്കെ ഉണ്ട്. ദൈവശബ്ദേന പ്രാകർമ്മേത്യർത്ഥ, മുമ്പ് ചെയ്ത കർമ്മങ്ങളെ. ദൈവം പുരാ കൃതം കർമ്മ ഭവേദുത്സാഹമൈഹികം എന്ന് തന്നെ പറയുന്നു. അപ്പോൾ ഈ കർമ്മങ്ങളെ ദൈവം എന്ന വാക്കുകൊണ്ട് ശാസ്ത്രം ചിന്തിപ്പിക്കുന്നു നമ്മളെ, ഇല്ലെങ്കിൽ ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവശബ്ദത്തിന് ഇന്ന അർത്ഥമുണ്ട്. ദൈവം ദുഷ്ടം ഭാഗതേയം, ഭാഗ്യം സ്ത്രീ നിയതിർ വിധി എന്നിങ്ങനെ കുറെ സിനോണിംസുമുണ്ട്. അപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ വിധി എന്നായി, വിധി എന്ന് പറഞ്ഞാൽ ഭാഗ്യം എന്നായി, ഭാഗ്യം എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്നായി എന്നിങ്ങനെ കുറെ വിഷയങ്ങൾ മറ്റൊരു ഭാഗത്ത് ആചാര്യൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ദൈവം ദുഷ്ടം ഭാഗതേയം, ഭാഗ്യം സ്ത്രീ നിയതിർ വിധി എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് ഏവർക്കും സുപരിചിതമായ ദൈവം ഇല്ലെങ്കിൽ ഭഗവാൻ, ദേവതകളുടെ അനുഗ്രഹം ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഒരുപാട് വീഡിയോ ഇന്ന് ലഭ്യമാണ്. അതെങ്ങനെ അളക്കാൻ പറ്റും എന്ന് അറിയില്ല. എന്നിരുന്നാലും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഈശ്വര കൃപാ കടാക്ഷം ഒന്നുകൊണ്ട് തന്നെയാണ് നാം ഇവിടെ ഉള്ളത്, ഇങ്ങനെ സംസാരിക്കുന്നത്, ഇല്ലെങ്കിൽ പ്രാണൻ എന്നുള്ള ഒരവസ്ഥ, ശരീരത്തിൽ പ്രാണൻ നിലനിൽക്കുന്നത്. അത് ദൈവാധീനം തന്നെയാണ് ആദ്യത്തെ വിഷയം. അല്ലാതെ നിങ്ങളുടെ മാനസികാവസ്ഥ ഇന്ന രൂപത്തിലാണെങ്കിൽ ദൈവാധീനം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളൂ, കൃഷ്ണൻ നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ എന്ന് മാത്രം പറയുവാൻ ഒരിക്കലും ആവില്ല. ഒരാൾ ചോദിച്ചു, ഞാൻ കുറെ കാലം കൊണ്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നു, വിഷ്ണുപ്രീതി ഉണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കാം? എനിക്ക് എങ്ങനെ അത് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. രസകരമായ ചോദ്യമാണ്. മറുചോദ്യം അങ്ങോട്ട് ചോദിച്ചു, അത് മനസ്സിലാക്കുവാനായിട്ട് വിഷ്ണു നിങ്ങൾക്കൊരു ആക്സിഡന്റ് സൃഷ്ടിച്ച് നിങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കണോ, അല്ലെങ്കിൽ വലിയൊരു പാലത്തിൽ നിന്ന് നിങ്ങളെ താഴെ തള്ളിയിട്ട് ഒരു ആക്സിഡന്റ് ഉണ്ടായി നിങ്ങളെ രക്ഷിച്ച ശേഷം നിങ്ങൾക്ക് മനസ്സിലാക്കണോ, അല്ല ആക്സിഡന്റ് വരാതെ നോക്കുന്നതാണോ സംരക്ഷണം എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് ഉത്തരം കിട്ടി, പൂർണ്ണമായിട്ടും ഉത്തരം ലഭിച്ചു. ഇനി ഞാൻ എന്നും വിഷ്ണു സഹസ്രനാമം ജപിച്ചു കൊള്ളാം എന്നുള്ളതാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, നമ്മുടെ മുമ്പിൽ ഭക്ഷണമുണ്ടെങ്കിൽ, 4 നേരം വെട്ടി വിഴുങ്ങാനുള്ള ഭക്ഷണം ലഭിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവാധീനം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. കൈകാലുകൾ ചലിക്കുന്നു, കണ്ണുകൾ കൊണ്ട് നാം കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം. കേൾക്കുന്നു, ചിന്തിക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ജീവിതം മുന്നോട്ട് പോകുന്നു എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഭഗവത് കൃപ ഒന്നുകൊണ്ട് തന്നെയാണ്. ഈ കൃപാ കടാക്ഷം വരുന്നത് നമ്മുടെ സത്കർമ്മത്തിലൂടെയാണ്. അപ്പൊ ഈ സമയത്ത് ഒരു കാര്യം കൂടി ഓർമ്മ വരികയാണ്. സത്കർമ്മം എന്ന് പറയുമ്പോൾ നാം എല്ലാവരും ഈ വീടുകളിലൊക്കെ എഴുതിയിട്ടുണ്ടാവും, ഗുരുവായൂരപ്പൻ ഈ വീട്ടിൻ്റെ ഐശ്വര്യം, ആറ്റുകാലമ്മ ഈ വീട്ടിൻ്റെ ഐശ്വര്യം എന്നിങ്ങനെ വാഹനങ്ങളിലും വീടുകളിലും എഴുതി വെച്ച് കാണാറുണ്ട്. ഇത് എൻ്റെ അഭിപ്രായമല്ല, സ്വാമി ചിദാനന്ദപുരിയുടെ അഭിപ്രായമാണ്, സ്വാമിജിയുടെ അഭിപ്രായമാണ്. ഇന്ന് കേരളം കാണുന്ന മഹത് വ്യക്തി, ഗുരു എന്ന് പറയാൻ 1000 നാവ് കൊണ്ട് അദ്ദേഹത്തെ ഗുരു എന്ന് വിളിക്കാം, അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. അത് എഴുതി വെക്കുന്നത് തെറ്റാണ്. ഞങ്ങൾ ചെയ്യുന്ന സത്പ്രവൃത്തി ഈ വീടിൻ്റെ ഐശ്വര്യം എന്നാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ വീടിൻ്റെ ഐശ്വര്യം എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന സത്പ്രവൃത്തിയാണ്. അപ്പോൾ സത്പ്രവൃത്തി ചെയ്യുമ്പോൾ സത്ഫലം ലഭിക്കുന്നു, അത് ഈശ്വര പ്രസാദമായിട്ട് നാം സ്വീകരിക്കുന്നു. അങ്ങനെ ഭഗവത് കൃപ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വീണ്ടും പറയുകയാണ്, നാം സത്പ്രവൃത്തി ചെയ്യുന്നു, സത്പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നു, കർമ്മഫലം അനുഭവിക്കുന്നു. ആ കർമ്മഫലം ഈശ്വരൻ നമുക്ക് തരുന്നു, ഭഗവത് കൃപ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു. ഈ വിഷയത്തിൽ ഇതിനെ അളക്കുവാനുള്ള ഒരു മീറ്ററോ
ഇല്ലെങ്കിൽ ഒരു അളവ് കോൽ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു തരത്തിലുള്ള ഒരു ടെക്നോളജി കൊണ്ടും ഇതിനെ മനസ്സിലാക്കുവാൻ സാധിക്കില്ല, അസാധ്യമാണ് എന്നുള്ള കാര്യം ഏവരും ഓർക്കുക. കാരണം ഇങ്ങനെ കുറേ വീഡിയോകൾ വന്നിട്ടുണ്ട്. കൃഷ്ണൻ നിങ്ങളെ സംരക്ഷിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനുള്ള 7 അടയാളങ്ങൾ, ശിവൻ നിങ്ങളെ നോക്കുന്നു എന്ന് മനസ്സിലാക്കുവാനുള്ള 5 വഴികൾ, ഇല്ലെങ്കിൽ 5 രീതികളിലൂടെ ശിവൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക എന്നിങ്ങനെ കുറേ തരത്തിൽ വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട്. ഇത് എവിടെ നിന്നാണ് ആശയം വരുന്നത് എന്നൊന്നും നമുക്കറിയില്ല. ദയവ് ചെയ്ത് ഇതിലേക്ക് നല്ലവണ്ണം ചിന്തിക്കുക, ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ സമയം മുഴുവനും പാഴായി പോവും. ആ സമയത്ത് ഏവരും സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ കോടി പുണ്യം ലഭിക്കും, മനസ്സിന് ക്ലാരിറ്റി കിട്ടും. ആ ക്ലാരിറ്റിയുള്ള മനസ്സുകൊണ്ട് നാം ചെയ്യുന്ന പ്രവൃത്തി എല്ലാം തന്നെ മനസ്സിലാണല്ലോ ചിന്ത ഉദിക്കുന്നത്. അതുകൊണ്ട് എൻ മനസാധ്യായതി യത് വാചാ വദതി, അപ്പൊ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു, വാക്കുകൾ കൊണ്ട് പറയുന്നു, കൈകാലുകൾ ഉപയോഗിച്ച് കർമ്മം ചെയ്യുന്നു, സത്കർമ്മം ചെയ്യുന്നു, ആ സത്കർമ്മത്തിനുള്ള ഫലം സത്ഫലം അനുഭവിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് ഒരു സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ മാറും. ഇല്ലെങ്കിൽ ഇതെല്ലാം കണ്ട് 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 ജീവിതം മുഴുവനായിട്ടും അങ്ങ് വേസ്റ്റാകും എന്നുള്ളതിൽ സംശയമില്ലാത്ത കാര്യമാണ്. ഈ ഒരു ഇൻഫർമേഷൻ വിലപ്പെട്ടതാണ് എന്ന് തോന്നുന്ന പക്ഷം ദയവായി ഏവരിലേക്കും എത്തിക്കുക. നമസ്കാരം.